TCS അവരുടെ ബെഞ്ച് പോളിസി ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി മുതൽ ഓരോ എംപ്ലോയീസിനും 225 ബിസിനസ് ബില്ലിംഗ് ഡേയ്സ് ആണ് ആനുവലി ഉണ്ടായിരിക്കേണ്ടത്. ഇതും വരാനിരിക്കുന്ന നിരവധി ലേ ഓഫുകളുടെ പിന്തുടർച്ച തന്നെയാണ്. എന്താണ് അമേരിക്കയിലെ ഹിഡൻ ടൈം ബോംബ്? TCS മാക്സിമം അവരുടെ ബെഞ്ച് ടൈം 35 ഡേയ്സിലേക്ക് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ 6 മാസം വരെ ബെഞ്ചിലിരുന്നാൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. റിസോഴ്സ് മാനേജ്മെന്റ് ഗ്രൂപ്പുമായി വർക്ക് ചെയ്ത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പോൾ എംപ്ലോയീസിന്റെ ആവശ്യകതയായി മാറിയിരിക്കുന്നു. IT സെക്ടറിൽ മാത്രമല്ല, ഇന്റൽ 10,000-ലധികം എംപ്ലോയീസിനെ പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത്. ഫ്ലോർ ടെക്നീഷ്യൻസ് മുതൽ മൈക്രോ പ്രോസസർ റിസർച്ചേഴ്സ് വരെ ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷെ ഇതെല്ലാം AI കടന്നുവരവ് കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? US സെക്ടറിൽ ഉണ്ടാകുന്ന ലേ ഓഫ് ഇന്ത്യയിലെ IT സെക്ടറിനെയും ബാധിക്കുന്നതാണ്. എന്താണ് അമേരിക്കയിലെ ഹിഡൻ ടൈം ബോംബ് ഇൻ ടാക്സ്? കഴിഞ്ഞ 70 വർഷങ്ങളായിട്ട് അമേരിക്കൻ കമ്പനീസിനെല്ലാം തന്നെ തങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന 100% എക്സ്പെൻസും ടാക്സിൽ കുറയ്ക്കാൻ സാധിച്ചിരുന്നു അതാത് വർഷങ്ങളിൽ. എന്നാൽ മാർച്ച് 10, 2025 പാസാക്കിയ TCJA അതായത് ടാക്സ് കട്ട് ആൻഡ് ജോബ് ആക്ട് പ്രകാരം ഇനി മുതൽ ഡൊമസ്റ്റിക് റിസർച്ച് നടത്തുന്ന കമ്പനികൾ 5 വർഷം കൂടുമ്പോഴും ഫോറിൻ റിസർച്ച് കമ്പനികൾ 15 വർഷം കൂടുമ്പോഴും മാത്രമേ ടാക്സ് ഡിഡക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 35%-ൽ നിന്ന് 21%-ലാക്കിയ ടാക്സ് ചേഞ്ച് മൂലം ഒരു മാസീവ് ലോസ് ആണ് ഗവൺമെന്റിന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഈ സെക്ഷൻ 174 ഇങ്ങനെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് മിക്ക കമ്പനീസിനെയും എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? അവർ ഒരു സൈലന്റ് ലേ ഓഫ്സ് നടത്തുകയാണ്. അതായത് സഡൻ ലേ ഓഫ്സ് ഒന്നും അവർ അനൗൺസ് ചെയ്യുന്നില്ല. മിക്ക എംപ്ലോയീസിനോടും സ്വന്തമായി റിസൈൻ ചെയ്തു പോകുവാനാണ് കമ്പനീസ് ആവശ്യപ്പെടുന്നത്. കോവിഡ് കാലത്തെ ഓവർ ഹയറിനെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന AI ബൂമിനെ ബാലൻസ് ചെയ്യാൻ എന്ന് പറയുമ്പോഴും ബിഗ് ടെക് കമ്പനികളായ ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ് എന്നിവയിൽ നടക്കുന്ന ലേ ഓഫിന് പോലും ഈ ഹിഡൻ ടൈം ബോംബ് ബാധകമാണ് എന്നുള്ളത് അധികമാരും പറഞ്ഞു കേൾക്കാത്ത ഒരു സത്യം തന്നെയാണ്.